ആ ട്രോഫി തന്നെ ചെറിയ നോക്കട്ടെ. ഞാനേ അപ്പൂനൊന്ന് കണ്ടിട്ട് വരാം. ചെറിയച്ചൻ ഈ ട്രോഫി എത്തിച്ചേക്കണം. ശരി മോളെ. രാജു നോക്കി. ഈ സന്തോഷത്തിനും അഹങ്കാരത്തിനും അധികം ആയുസ് കാണില്ല. ഇത്രയും നാളുകൊണ്ട് അച്ഛന്റെ മകളുടെ ഇടയിൽ ഞാൻ കെട്ടിപ്പടുത്ത കരിങ്കലിനേക്കാൾ ബലമുള്ള മതിലിനാണ് ഇളക്കം തട്ടിയിരിക്കുന്നത്. അനുവദിച്ചുകൂടാ. പ്രതാപന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്നും അകലെ ആയിരിക്കണം. പറയും മോളെ, ഇനി വന്ന് ഞാൻ പറയാം. എന്താ എന്തൊക്കെ ഇന്ന് നടന്നതെന്ന് ചെറിയമ്മയ്ക്ക് അറിയാമോ? എന്തായാലും നിന്നെ അത്രയും സന്തോഷിപ്പിക്കുന്ന കാര്യമെന്ന് മനസ്സിലായി. പ്രതാപേട്ടന്റെ കൂടെ നീ കാറിൽ വന്നത് മാത്രല്ല, അതിനു മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്താന്ന് പറ. നന്നായി മോളെ. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് ഞാൻ പറയാറില്ലേ? കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ശേഷം ആദ്യമായിട്ടാ നിങ്ങൾ അച്ഛനും മോളും ഒരുമിച്ചൊരു കാറിൽ വന്നിറങ്ങുന്നത് ഞാൻ കാണുന്നത്. ഋതുമോള് അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മോളുടെ സ്നേഹം മോളുടെ അച്ഛൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ചെറിയമ്മല്ലേ പറയുന്നത്? താങ്ക്സ് ചെറിയമ്മ. ചെറിയമ്മയുടെ നാവ് പൊന്നാവട്ടെ. അപ്പു, നീ എന്റെ കൂടെ ക്ഷേത്രത്തിൽ വരുന്നോ? അയ്യോ, ഞാനില്ല ചേച്ചി. ഒരു ലോഡുണ്ട് പഠിക്കാൻ. വെല്ലിച്ചന്റെ കൂടെ കാറിൽ വരാൻ പറ്റിയതിന് നന്ദി പറയാനായിരിക്കും ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോകുന്നതല്ലേ? അതെ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. എനിക്ക് ഓർമ്മ വച്ച പ്രായം തൊട്ട് ഇതാദ്യമായിട്ടാ ഇങ്ങനൊരു സംഭവം. നിനക്ക് അതിന്റെ ഒരു ഫീല് പറഞ്ഞാ മനസ്സിലാവില്ല. നീ എവിടെ പോണെന്ന് പറഞ്ഞാലും കൊണ്ടുപോവാനും, നീ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരാനും, നിനക്ക് സ്നേഹിക്കാനും നിന്നെ സ്നേഹിക്കാനും നിനക്ക് നിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. എനിക്ക് ആരാ ഉള്ളത്? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ചേച്ചിക്ക് ഞാനില്ലേ? എന്റെ അമ്മയച്ഛനും ചേച്ചിയുടെ അമ്മയച്ഛനും അല്ലേ? മനസ്സാഗ്രഹിക്കുന്നിടത്ത് അല്പമാണെങ്കിൽ പോലും സ്നേഹം കിട്ടുന്നതപ്പോ യഥാർത്ഥ സന്തോഷം. ഋതുമോളെ ഞാനും നിന്റെ അച്ഛനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ അവളൊരിറ്റ സ്നേഹം ആഗ്രഹിക്കുന്നത് അവളുടെ അച്ഛന്റെ ഭാഗത്തുനിന്നാ. ഇന്ന് സംഭവിച്ച പോലെ ഇനിയും അത്ഭുതങ്ങൾ സംഭവിക്കും മോളെ. മോള് സന്തോഷായിട്ടിരിക്കെ. ചെറിയമ്മേ, എനിക്ക് ക്ഷേത്രത്തിൽ പോണം. ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചെറിയമ്മ, എനിക്കൊരു സാരി എടുത്തു വെക്കോ? എന്റെ അലമാരേന്ന് ഋതുവിന് ഇഷ്ടമുള്ള സാരി എടുത്തോ? ഏയ്, അത് വേണ്ട. എന്റെ സുന്ദരി ചെറിയമ്മ, എനിക്കൊരു സാരി എടുത്ത് വെച്ചാ മതി. ശരി ശരി, നീ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ സാരി ഇവിടെ ബെഡിൽ വെച്ചേക്കാം. ശരി, വാ. ഋതിക മോളെ, ഈ അമ്മായി നിന്നെ ശരിക്കും ഒരു സാരി ഉടുപ്പിക്കുന്നുണ്ട്.
ശ്രീ, നിനക്ക് ചെവി കിട്ടൂടെ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്റെ ഫോണല്ലേ അടിക്കുന്നത്? ഫോൺ എടുത്ത് സംസാരിക്കേ. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല. മോളെ, നിനക്ക് അമ്മയോട് ദേഷ്യാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ല. നീ ഇങ്ങനെ വാശി പിടിക്കാതെ അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് മോളെ. അമ്മേ, എനിക്ക് ആരോടും ദേഷ്യമില്ല, വാശിയില്ല. എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ അനുവദിക്കോ? മോളെ, നീ ഇങ്ങനെ അമ്മയോട് ദേഷ്യപ്പെടരുത്. അമ്മയ്ക്കത് സഹിക്കില്ല. നോക്ക്, എന്തിനെങ്കിലും അമ്മ ഇതുവരെ നിന്നെ തല്ലിയിട്ടുണ്ടോ? നടന്നതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുക. നിന്റെ പ്രായത്തിലുള്ള ആർക്കും തോന്നാവുന്ന ഒരു കാര്യമേ നീയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ മോളെ, ഈ വീടിന്റെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ? നിന്റെ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ നമ്മുടെ എല്ലാവരുടെയും കാര്യം നോക്കുന്നത്. പ്രായമായത് പിന്നെ അച്ഛനെ ആരും പഴയതുപോലെ ടാക്സി ഓടാൻ വിളിക്കാറില്ല. ഇപ്പൊ ആ ഡോക്ടർ സാർ വിളിച്ചതുപോലെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലായി. അതീന്ന് അച്ഛന് കിട്ടുന്ന വരുമാനവും നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പിടിച്ചു വാങ്ങും. പാവൻ രാജു, നിന്നെ പഠിപ്പിക്കാനുള്ള പണം എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ. അവൻ നിന്നെ പഠിപ്പിക്കും. മോള് നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അവൻ കാണിച്ചു തരുന്ന ഒരാളിന്റെ കൈ പിടിച്ച് മോള് ജീവിക്കണം. അതാ ഈ അമ്മയുടെ ആഗ്രഹം. ഞങ്ങളെ വിഷമിപ്പിക്കരുത് മോളെ. ഇതമ്മയുടെ അപേക്ഷയാ. ഇല്ലമ്മേ, ഞാൻ കാരണം ആരും വിഷമിക്കരുത്. ചേട്ടന്റെ കഷ്ടപ്പാടും നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം എനിക്കറിയാം. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ എന്റെ ആഗ്രഹങ്ങൾ മറക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന. എന്റെ ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചുമൂടാൻ ഞാൻ തയ്യാറാ അമ്മ. ഇങ്ങനെ വലിയ വാക്കുകള് ഈ അമ്മയോട് പറഞ്ഞ് എന്നെ നീ കൊച്ചാക്കരുത് ശ്രീ. നിന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് അമ്മയ്ക്കുണ്ട്. പക്ഷേ ഞാനെങ്ങനെ ആ പിള്ളയുടെയും രുക്മിണി ചേച്ചിയുടെ മുന്നിലേക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലുമെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ? വേണ്ടമ്മേ, അവരുടെയൊക്കെ മുന്നിൽ പോയി നിന്ന് എന്റെ അമ്മ നാണം കെടണ്ട. മുന്നോട്ട് ചിന്തിക്കാതെ ഞാൻ കാണിച്ചൊരു അബദ്ധമായി ഞാൻ എന്റെ ആഗ്രഹത്തെ കണ്ടോളാം. എനിക്കെന്റെ അമ്മയും ചേട്ടനും അച്ഛനും കുടുംബ വലുത്. ചേട്ടന്റെ ആഗ്രഹം പോലെ ഞാൻ ജീവിച്ചോളാം അമ്മ. എന്റെ പൊന്നുമോള്, ആദ്യം മുറിയിൽ നിന്ന് പുറത്തു വാ. വന്നെന്തെങ്കിലും കഴിക്ക്. അമ്മ, സത്യമായിട്ടും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം പോയോ അമ്മ? അമ്മയ്ക്ക് മോളോട് ദേഷ്യോ? അമ്മയ്ക്ക് ഒരു ദേഷ്യവും ഇല്ല. അമ്മയ്ക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള ആവതില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ അമ്മയ്ക്കുള്ളൂ. ലതിക മാഡം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ആ, കമിൻ രാജു. ആ,
മാഡം തന്നെയാണോ ഇത്? അതെ, ഇത് ഞാൻ തന്നെയാ. രാജു തന്നെ കളിയൊക്കെ. അയ്യോ, കളിയാക്കിയതൊന്നും അല്ല മാഡം. സാരി ഉടുത്തപ്പോ മാഡം ആളാകെ മാറി. ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. ഓ, അപ്പൊ സാരിയിലല്ലാതെ എന്നെ കാണാൻ ഭംഗിയില്ലെന്നാണോ രാജു പറയുന്നത്? ഏയ് അല്ല മാഡം. എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. ഓ, സമ്മതിച്ചു മാഡം. താങ്ക്സ് രാജു. ഏ? അല്ല, ഈ താങ്ക്സ് എന്തിനാന്ന് പറഞ്ഞില്ല? എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം ഇന്ന്. എന്റെ അച്ഛന്റെ കൈകൊണ്ട് എനിക്ക് സമ്മാനം ലഭിച്ചു. അച്ഛന്റെ കൂടെ ഞാൻ കാറിൽ യാത്ര ചെയ്തു. ഇതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റും രാജുനാ. രാജു എനിക്ക് തന്ന കോൺഫിഡൻസിന്റെ ബലത്തിലാ ഞാൻ പ്രസംഗിച്ചത്. അതെന്താ രാജു കയ്യില്? അത് പിന്നെ മാഡം, ഞാൻ മാഡത്തിനായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാ. പക്ഷെ മാഡം എന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നൊരു സംശയം. അതാ ഞാൻ. എവിടെ കാണിച്ചേ? എന്ത് ഗിഫ്റ്റാ? ഈ പാവപ്പെട്ട രാജു മാഡത്തിന് തരുന്നൊരു എളിയ സമ്മാനം. ഇഷ്ടായില്ലെങ്കിൽ എന്നെ വഴക്ക് പറയരുത്. എന്റെ പൊന്ന് രാജു ഇങ്ങ തന്നേ. ആ. താങ്ക് യു രാജു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം ശരിക്കും ഒരു മാജിക് ആണല്ലോ. ഞാനെന്താ സ്വപ്നം കാണാണോ? രാവിലെ മുതൽ നടക്കുന്നതെല്ലാം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജുവിന് ശരിക്കും കരയിച്ചു കളഞ്ഞു. മാഡം എന്തിനാ കരയുന്നത്? ഇതൊന്നും അല്ല. ഇതിലും വലിയ സർപ്രൈസ് മാഡത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാഡം നോക്കിക്കോ, മാഡത്തിനോടുള്ള വർമ്മ സാറിന്റെ അകൽച്ച ഒക്കെ മാറും. മാഡം ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല നാളുകൾ മാഡത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെയൊക്കെ സംഭവിക്കണേന്നാ ഇന്നും എന്റെ പ്രാർത്ഥന. രാജു, ക്ഷേത്രത്തിലേക്ക് പോവാൻ കാറ് റെഡിയാണോ? റെഡിയാണ് മാഡം. എങ്കിൽ ഞാനിപ്പോ വരാം. ശരി മാഡം, ഞാൻ വർമ്മ സാറിനെ ഒന്ന് കാണട്ടെ. രാജു, എന്താ മാഡം? ഈ വീട്ടിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്താണെന്ന് രാജുവിനറിയോ? ഇല്ല. രാജു തന്ന ഈ ഗിഫ്റ്റ്. അമ്മേ, അമ്മ ഇവിടെ കോഫിയും കുടിച്ചോണ്ട് നടന്നോ? എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? എന്താടാ നിനക്ക്? അച്ഛനും മകളും ഒരുമിച്ചൊരു കാറി വന്ന് ഇറങ്ങുന്നത് അമ്മ കണ്ടതല്ലേ? എന്നിട്ട് അമ്മ എന്താ ഒന്നും ചെയ്യാത്തത്? നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ സമാധാനപ്പെടിച്ചെടുക്ക. ഈ അംബിക എഴുതിയ വിധിയൊന്നും മാറ്റി എഴുതാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ചേച്ചി, ചേച്ചി തന്നെയാണോ ഇത്? ചേച്ചി എത്ര സുന്ദരിയായി സാരിയില്. അമ്മേ, അമ്മേ, ഒന്നിങ്ങ് വന്ന് നോക്കിക്കേ.
സാരി ഇത് ഞാൻ കൊടുത്ത സാരി അല്ലല്ലോ. പ്രതാപേട്ടൻ കണ്ട പ്രശ്നമാവുമല്ലോ. സത്യം പറയാലോ ഋതുമോളെ, നിന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സാരിയില് നിന്നെ ഒരു നോക്ക് കണ്ട പിന്നെ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ഗംഭീരായിട്ടുണ്ട്. ഈ സാരി നിന്റെ അമ്മയുടെ സാരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കണ്ടപ്പോ ഒരു നിമിഷത്തേക്ക് നിന്റെ അമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നെന്ന് തോന്നിപ്പോയി. ഇതെന്റെ അമ്മയുടെ സാരിയായിരുന്നോ? ഞാൻ ഈ സാരി ഉടുത്തിരിക്കുന്നത് അച്ഛൻ കണ്ട ഈശ്വര, ഇതിപ്പോ വലിയ പ്രശ്നമാവുമല്ലോ. അല്ല, ഈ വീട്ടില് ഈ സാരി കുറെ നാളായി കാണാനില്ലായിരുന്നല്ലോ. നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സാരിയാ ഇത്. അല്ല, നിനക്ക് ഈ സാരി ഇപ്പൊ ആരാ എടുത്തുന്നത്? അത് ചെറിയമ്മ. നീയാണോ ഋതുമോക്ക് ഈ സാരി എടുത്തു കൊടുത്തത്? എന്ത് പണിയാ യാമിനി നീ കാണിച്ചത്? ഋതുമോള് സാരി വേണമെന്ന് പറഞ്ഞപ്പോ സാരി കൊണ്ടുപോയി റൂമിൽ വെച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ആ സാരി ഇതായിരുന്നില്ല. സത്യം. ചേട്ടൻ അങ്ങനെ ഇപ്പൊ വന്നാ ഇത് വലിയ പ്രശ്നമാവില്ലേ? മോളെ ഋതു, നീ വേഗം പോയി ഈ സാരി മാറ്റിട്ടോ. ഈ സാരി നിനക്ക് തന്നത് ആര് തന്നെ ആണെങ്കിലും കൊള്ളാം. ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഈ സാരി കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? നീ എന്നോട് ക്ഷമിക്കണം പ്രതാപ. ഋതുമോൾ ഇങ്ങനെ ഒരു കുസൃതി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖം, നിന്നെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന മുഖം. അവളുടെ സാരി ഉടുത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി മനഃപൂർവ്വം നീ ചെയ്തതാണോ ഇതെല്ലാം? എന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് എന്റെ മനസ്സമാധാനം കളയുന്നത്? ഞാൻ ഋതുമോളോട് ചോദിച്ചു പ്രതാപ. യാമിനിയാ ഈ സാരി എടുത്ത് കൊടുത്തെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ആരെടുത്ത് കൊടുത്താൽ എന്താ? ഇവള് വളർന്നത്ര വലുതായില്ലേ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഇവൾക്കറിയില്ലേ? എന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങി എന്റെ കാറിൽ എന്റെ ഒപ്പം വീട്ടിൽ വന്നപ്പോ എല്ലാം തികഞ്ഞു എന്ന് ഇവൾക്ക് തോന്നിക്കാണും. അഹങ്കാരിയാ ഇവള്. ആരെങ്കിലും ഈ സാരി കൊണ്ടുപോയി കത്തിച്ച് കളയോ? എന്റെ ജീവിതത്തിൽ ഇവളുടെ അമ്മ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇനി ഒരിക്കലെങ്കിലും ആരെങ്കിലും എന്റെ ഓർമ്മകളെ കുത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. മോളെ ഋതു, അമ്മേ, അച്ഛനും മകളും കാറിൽ ഒരുമിച്ച് വന്നിറങ്ങുന്ന കണ്ടപ്പോ എനിക്കങ്ങ് സുഖിച്ചില്ല.
അച്ഛന്റെ കൂടെ കാറിൽ വന്നതിന്റെ സന്തോഷത്തിൽ സ്വയം മറന്ന് അവൾ ആകാശത്ത് പറക്കുമായിരുന്നു. അവളെ ഞാൻ വലിച്ചങ്ങ് താഴെ ഇട്ടു. മോളെ ഋതു, സാരി ഇവിടെ വെക്കുന്നുണ്ടേ. ആ യാമിനി വച്ച സാരിയുടെ സ്ഥാനത്ത് പത്മാവതിയുടെ സാരി കൊണ്ടുപോയി വച്ചത് ഞാനാ.